أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون قالوا وجدنا آباءنا لها عابدين قال لقد كنتم أنتم وآباؤكم في ضلال مبين قالوا أجئتنا بالحق أم أنت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസിയത്ത്. ഈ പ്രപഞ്ചത്തിൽ, ഭൂമിയിലെന്ന് മാത്രമല്ല മൊത്തം പ്രപഞ്ചത്തിൽ ഏറ്റവും മഹത്വം മഹനീയവുമായ ഒരു വികാരം സ്നേഹം എന്ന വികാരമാണ്. അതിലാണ് മനുഷ്യരുടെയും മറ്റിതര ജീവജാലങ്ങളുടെയും ജീവിതം കൂട്ടിക്കടുപ്പിച്ചിരിക്കുന്നത്. വൈരാഗ്യത്തിലോ എതിർപ്പിലോ വിദ്വേഷത്തിലോ അല്ല, സ്നേഹത്തിലാണ്. ഈ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ജീവിതം സുഗമമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മാതൃപിതൃ സ്നേഹം, സഹോദര സ്നേഹം, സുഹൃത്ത് സ്നേഹം, സന്താന സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതാണ്. സ്നേഹമുള്ളപ്പോൾ അതിൻ്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. സ്നേഹമില്ലാത്തപ്പോഴാണ് സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് തിരിയുക. പിതാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട ഒരാൾ പിതാവുള്ളവൻ്റെ അടുത്തുകൂടി പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ശരിക്കും അയാൾക്ക് മനസ്സിലാവും. മാതാവിൻ്റെ സ്നേഹം ലഭിക്കാതെ പോയ മനുഷ്യർക്ക് ജീവിതത്തിലുടനീളം ആ മാതൃസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാവും. അതുപോലെ തന്നെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാ സ്നേഹത്തിനും അതിൻ്റെതായ തീക്ഷ്ണതകളുണ്ട്. സ്നേഹം നിലനിർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് സംഭവങ്ങൾ, സ്നേഹം നിലനിർത്താൻ വേണ്ടി ഒരുപാട് സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുള്ളതായി ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹത്തിൻ്റെ ഒരു ഏട്ടനാണ് പ്രേമം. സ്നേഹം മൂത്താലുണ്ടാവുന്ന സ്നേഹം, അത് ഭാര്യാഭർത്തക്കന്മാർ തങ്ങളുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടി ഉറപ്പിച്ചിട്ടുള്ള ഇണയും തുണയുമായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് ഖുർആൻ നമ്മളെ പരിചയപ്പെടുന്നു.
വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഹുബ്ബിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. ഒരല്പം ലൈംഗികതയിൽ ചാലിച്ച സ്നേഹം. അത് ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ തീഷ്ണതയും ഗാഠതയും കൂടുകയും ചെയ്യും. അത് നിലനിർത്താനുള്ള ത്യാഗവും കൂടും. നമുക്കറിയാം, രാജാക്കന്മാരുടെ കിരീടങ്ങളും സിംഹാസനങ്ങളും അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക ലോകത്ത് പോലും പല സ്ഥലത്തും പ്രധാനമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ സ്ഥാനമാനങ്ങൾ, പദവികളൊക്കെ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അധ്വാനവും ഒരുപാട് പണവും ഒരുപാട് എനർജിയും ഒക്കെ അതിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു തീക്ഷ്ണമായ സ്നേഹമാണ്. മനുഷ്യനത് അനുഭവിക്കുമ്പോൾ അവനതിന്റെ വില അറിയില്ല. അതില്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ വില അറിയുന്നത്. അത് മഹത്തായ ഒരു വികാരമായി, ജീവിതത്തിന്റെ അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും വല്യപ്പയാണ് കരുണ, റഹ്മത്ത്, കാരുണ്യം. കരുണയിൽ നിന്നാണ് ഇതൊക്കെ നിർഗളിച്ചു വരുന്നത്. കരുണ അല്ലാഹുവിന്റെ സത്തയാണ്. കതബ അലാ നഫ്സിഹി റഹ്മ. കരുണ അല്ലാഹുവിന്റെ സത്തയാണ്. സത്തയിൽ കാരുണ്യം എഴുതപ്പെട്ട വ്യക്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. ആ കാരുണ്യത്തിൽ നിന്നാണ് ലോകത്തിലുള്ള മുഴുവനും കാരുണ്യവും സ്നേഹവും പ്രേമവും ഒക്കെ പൊട്ടി ഒഴുകുന്നത് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ ഏതാണ്ട് 100 ഗണിച്ചാൽ, 100 പറയല്ല, നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 99 പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ട് 1 മാത്രമാണ് ഈ ഭൂമിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ജന്തുക്കളും അനുഭവിക്കുന്ന സ്നേഹത്തിന് വേണ്ടി അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഒരൊട്ടകം കാലെടുത്തിട്ട് താഴ്ത്തി വെക്കുമ്പോൾ അതിന്റെ കുട്ടിയുടെ പുറത്ത് തട്ടാതെ സൂക്ഷിക്കുന്ന ഒരു സൂക്ഷ്മതയുണ്ട്, ജന്മസിദ്ധമായ ഒട്ടകത്തിനുള്ളത്. അത് ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ആ കാരുണ്യത്തിന്റെ ആഴം എന്താണ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ ഒരു കഴിവാണ്. അതായത് ഒരു തൗഫീഖാണ്, ഒരു മേഴ്സിയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവന്റെ സത്തയിൽ നിന്ന് കുറഞ്ഞ തോതിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി തരിക എന്നുള്ളത്. ആർക്കെങ്കിലും വഴിയെടുത്ത് അടിച്ചു പ്രേമിക്കാനും സ്നേഹിക്കാനും കഴിയില്ല. സ്നേഹം വഴിതെറ്റി പോവുകയും കുഴപ്പമുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം, അത് വേറെ വിഷയമാണ്. പക്ഷെ ഇവിടെ സ്നേഹം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് മാത്രമാണ് മനുഷ്യൻ അനുഭവിപ്പിക്കുന്നത്, മനുഷ്യൻ ഇത് അനുഭവിക്കുന്നത് എന്ന് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മനുഷ്യന് സ്നേഹം ഉണ്ടാവാം, മാതാവിനോട് സ്നേഹം ഉണ്ടാവാം, പിതാവിനോട് സ്നേഹം ഉണ്ടാവാം, ഭാര്യയോട് മവദ്ദത്ത് പ്രേമം ഉണ്ടാവാം. അതുപോലെ വസ്തുക്കളോടും പണത്തോടും മനുഷ്യന് പ്രേമം ഉണ്ടാവും. പണത്തെ നമ്മൾ വല്ലാണ്ട് പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാറുണ്ട്. പലതരത്തിലുള്ള സ്നേഹം നാം അനുഭവിക്കുകയും വാങ്ങുകയും കൊടുക്കുകയും ഉൾക്കൊള്ളുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ നൽകുന്നത് രാജതമ്പുരാനായ ഉടയവനായ സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ആ ബോധം എങ്ങനെയാണ് നമ്മളുണ്ടാവുക? ഏത് സ്നേഹം നൽകുന്നത് അല്ലാഹുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനോടായിരിക്കണം എന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ന്യായമായും അവൻ ആവശ്യപ്പെടാവുന്ന ഒരു സംഗതിയാണ്. നമ്മളെന്നത് ഇല്ലായിരുന്നു. നമ്മളെ പടച്ചുണ്ടാക്കി, നമുക്കൊരു പ്രപഞ്ചം ഉണ്ടാക്കി, ഭൂമി ഉണ്ടാക്കി, ശരീരം ഉണ്ടാക്കി, സൗന്ദര്യം ഉണ്ടാക്കി, കഴിവുണ്ടാക്കി, ശേഷിയുണ്ടാക്കി, ഭർത്താവിനെയും ഭാര്യ ഉണ്ടാക്കി, മക്കളുണ്ടാക്കി, എല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അപാരമാണ്. അങ്ങനെ ആലോചിച്ചാൽ നമ്മളിതൊക്കെ നമ്മുടേതാണ് എന്ന് വിചാരിച്ചടക്കുമ്പോഴാണ് പ്രശ്നമാവുക. ഇതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചുണ്ടാക്കി, എന്നിട്ട് നമ്മളെ മനുഷ്യരാക്കി, നിന്നെ എന്റെ പ്രതിനിധിയാക്കി എന്ന് പറഞ്ഞു, ബഹുമാനിച്ചു, ആദരിച്ചു. വളർത്തത് കറന്ന ബനി ആദം. എന്നിട്ടും ആദമിന്റെ മക്കളോട് പറഞ്ഞു, നിനക്ക് ഞാൻ സ്നേഹം തന്നു, അനുഭൂതി തന്നു, ആസ്വാദനം തന്നു. പക്ഷെ ഇതെല്ലാം തന്നത് ഞാനായതുകൊണ്ട് നിന്റെ ഏറ്റവും വലിയ സ്നേഹം എന്നോടായിരിക്കണം എന്നാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ
ഉത്കടമായ സ്നേഹം, ഏറ്റവും ശക്തമായ സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരിക്കണം എന്നതാണ്. അതിൽ അതിശക്തമായ സ്നേഹം, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് ആയിരിക്കണം അതിശക്തമായ സ്നേഹം. എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു കൊടുക്കൽ, നീ പ്രഖ്യാപിക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ നിങ്ങൾ പിൻപറ്റണം, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് കാരുണ്യം ചെയ്യുന്നുണ്ട്. നമുക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാനേ കഴിയും, കാരുണ്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതാ നമ്മളും അള്ളയും തമ്മിലുള്ള വ്യത്യാസം. കാരുണ്യം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട സംഖ്യ. അല്ലാഹുവിന് നമ്മളോട് കാരുണ്യമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏത് സ്നേഹവും അല്ലാഹുവിന്റെ സ്നേഹത്തിന് മുന്നിൽ ത്യജിക്കാൻ തയ്യാറുള്ളവരാണ് വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലെത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മാതാവിനോടും പിതാവിനോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും മക്കളോടും പണത്തോടും ഈ മൊത്തം ദുനിയാവിനോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി ത്യജിക്കാൻ, സാക്രിഫൈസ് ചെയ്യാൻ, ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നൊരു വലിയൊരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല സ്നേഹങ്ങളും ബലി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദമുണ്ട്, ചിലപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ പലതരത്തിലും സ്നേഹം ബലി കൊടുക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും കിട്ടാതെ വരുമ്പോൾ നിവർത്തിയില്ലല്ലോ, ബലി കൊടുക്കുകയല്ല നിവർത്തിയില്ല. പക്ഷെ അതിനോട് വൈരാഗ്യവും ദേഷ്യവും വെക്കുന്നതിനേക്കാൾ അത്തരം സന്ദർഭങ്ങളിലെ അത്തരം ബന്ധപ്പെട്ട ആളുകൾക്ക് നന്മ നേടുന്നതാണ് കൂടുതൽ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കാൻ ഉത്തമമായ ഒരു മാർഗം എന്നുള്ളതാണ്. അപ്പൊ ആ സ്നേഹം വളരെ വലുതാകുമ്പോൾ, അല്ലാഹുവിനോടുള്ള സ്നേഹം കൂടുമ്പോൾ അവന്റെ എല്ലാ ചിന്തയും ശ്രദ്ധയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലായിരിക്കും. അല്ലെങ്കിൽ മുൻകാല പ്രവാചകന്മാര് പഠിപ്പിച്ചു തന്ന ആ മാർഗങ്ങളിൽ അവനിങ്ങനെ പ്രവർത്തിക്കാനുള്ള വെമ്പൽ അവനുണ്ടായി. എല്ലാ സ്നേഹവും അല്ലാഹുവിന് വേണ്ടി ബലികൊടുക്കുക, അല്ലാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി സർവ്വ സ്നേഹങ്ങളും ബലികൊടുക്കുക. സ്നേഹം എന്നും എപ്പോഴും ത്യാഗം ആവശ്യപ്പെടുന്നതാണ്, ബലി ആവശ്യപ്പെടുന്നത്. സാധാരണ സ്നേഹം പോലും ഒരുപാട് ത്യാഗം ആവശ്യപ്പെടുന്നു. സാധാരണ സ്നേഹം നിലനിർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയവും പണവും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നു. സാധാരണ തരത്തിലുള്ള സ്നേഹം നിലനിർത്താൻ തന്നെ ഇത്ര അധ്വാനം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹത്തായ സ്നേഹം നിലനിർത്താൻ എത്രമാത്രം അധ്വാനമുണ്ടാകും, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നേ നടന്നുപോയ മഹാരഥന്മാരായ ആളുകളുടെ ചരിത്രം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിച്ച, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഏറ്റവും മഹാനായ പ്രവാചകന്മാരുടെ മുൻപന്തിയിൽ പ്രവാചകന്മാരുടെ പ്രപിതാവായ ഹസ്രത്ത് ഇബ്രാഹിം, അദ്ദേഹം ധരിച്ച സ്നേഹത്തിന്റെ ഒരുപാട് കഥകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ആ സ്നേഹബലിയുടെ യഥാർത്ഥ സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് ഹജ്ജ് സംവിധാനിക്കപ്പെട്ടിരുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയും ഏകതയുടേതാണ്, ഏകതയുടെ മഹാസംഗമമാണ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നമസ്കാരം നിർബന്ധമാക്കിയതുപോലെ, നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമാക്കിയ ഒരു സംഗതിയാണ് ഹജ്ജ്. അതോടൊപ്പം ചേർത്ത് പറയുന്ന സംഗതിയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലും, അതുപോലെ തന്നെ ഇഹ്തിസാബില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിച്ച് നിൽക്കലും. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിച്ച് നിൽക്കുന്നതിന്റെ ചെറിയ ഫോം നമ്മളെ ഒരു കുടുംബത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലെ ലോക്കൽ പള്ളിയിൽ മഹലിൽ ഓരോ ദിവസവും ജമാഅത്തുണ്ടാകുന്നത് മനുഷ്യൻ ഒത്തൊരുമിച്ചിരിക്കുന്നതിന്റെ ചെറിയൊരു രൂപമാണ്. വെള്ളിയാഴ്ച ഈ ജുമഅ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒത്തൊരുമിച്ച് വരുന്നതിന്റെ മറ്റൊരു രൂപമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സത്യവിശ്വാസികൾ ഒത്തൊരുമിച്ച് നിൽക്കണം. ഈ ഏകതയുടെ ഒരുമയുടെ മഹാസംഗമം നിങ്ങൾ മുറതെറ്റാതെ നടത്തണമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം നടന്നതാണ് ഹജ്ജ്. ഒത്തൊരുമയുണ്ടോ ഐക്യമുണ്ടോ എന്നുള്ളപ്പോൾ വേറെ പ്രശ്നം, പക്ഷെ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരാളിന്റെ പിന്നിൽ, ഒരു ഇമാമിന്റെ പിന്നിൽ കൈകെട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴും ഫിഖ്ഹിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സുള്ള മനുഷ്യന്മാരാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്. വിഷയം വേറെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് എന്തായാലും ഒത്തൊരുമിച്ച് നിൽക്കുക എന്ന്. ആ ഒത്തൊരുമിച്ച് നിൽക്കാൻ വേണ്ടി മനുഷ്യനെ പ്രയത്നിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നേ നടന്നു പോകാൻ അനുവദിച്ച മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിന്റെ
ബലി ഒരുപാട്. നമ്മൾ സാധാരണ നിലയിൽ കുറെ ആടിനെയും മാടിനെയും അറച്ച് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ബലി, ആ ബലി അല്ല യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചിട്ടുള്ളത്. കുറെ ഇറച്ചി കച്ചവടം ചെയ്യാനുള്ള ബലിയല്ല. എന്തിനാണിത് ചെയ്യുന്നതെന്ന് അറിയില്ല. മുതലാളി ഒന്നും വരില്ല. അപ്പൊ ഞാൻ ഇവരുടെ കൊടുത്തേക്ക് വൈക്കൊണ്ട് വെട്ടി അറുത്തു കൊടുക്കാൻ പറയും. ആളുകളുടെ ഫ്രിഡ്ജ് കവിഞ്ഞ് ഒഴുകുന്നത് വരെ അങ്ങനെ ഒരു കുർബാന, അങ്ങനെ ഒരു ഒതകിയത്ത് അല്ലാഹുവിന്റെ കിതാബിലും റസൂലിന്റെ പഠനമൊന്നും ഞാൻ കണ്ടിട്ടേയില്ല. ഇന്ന് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ സമത്വമാണ്. പള്ളികളിൽ ബോർഡ് വെച്ച് ആളുകളെ പ്രേരിപ്പിച്ച് വല്ലാതെ മാടുകളെ വെട്ടിയെറിഞ്ഞ് ആളുകൾക്ക് തള്ളിക്കൊടുക്കുക എന്ന ഒരു വളരെ മോശമായ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതല്ല അത് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് അതല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ കഴിയുമോ എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അതിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് നീ ഇബ്രാഹിമിന്റെ പാത പിൻപറ്റുക എന്നതാണ്. അപ്പൊ വളരെ വലിയൊരു സംഗതിയാണ്. ഇബ്രാഹിമിന്റെ സ്നേഹം നഷ്ടപ്പെടുന്ന, സ്നേഹം ബലി കൊടുക്കുന്ന ആദ്യ സംഭവം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ്. ഇത് ഖാല ലി അബീഹി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യദുറു വലാ യുഗ്നി അൻക ശൈഅ. അദ്ദേഹം വാപ്പാനോട് ചോദിക്കുക. ഞാനിപ്പോ നേരത്തെ ഓതിവെച്ച സൂറത്ത് അംബിയായിലുള്ള ചില ആയത്തുകൾ ഇതിന്റെ വിശദാംശങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരുപാട് നഖചിത്രങ്ങൾ ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാഠമായി മാതൃകയായി എഴുതി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇബ്രാഹിം നബി ചോദിക്കുക, ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ വാപ്പമാര് അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യരുത്. 10 കഴിഞ്ഞ് യഹ്ദിക സിറാത്തൻ സവിയ്യ, എന്നെ പിന്തുടർന്നാൽ എനിക്കതിനെ കുറച്ച് വിവരം അത് തന്നിട്ടുണ്ട്. ഞാൻ നേരായ വാദത്തിൽ നിങ്ങളെ നയിക്കാം. യാ അബതി ലാ തഅബുദു ശൈത്താൻ. എന്തൊരു വലിയ സ്നേഹത്തോടെ പറയുന്നത്, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്റെ പിതാവേ. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. പിശാച് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് അനുസരണക്കേടുള്ള ഒരു വ്യക്തിത്വമാണ്. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശൈത്താനി വലിയ. അതായത് നമ്മുടെ രക്ഷിതാവിൽ നിന്ന് ഒരു നാൾ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ശിക്ഷ വന്നു ഭവിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അന്ന് നിങ്ങൾ പിശാചിന്റെ മിത്രമായി പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ കൂടല്ലേ എന്ന് പറഞ്ഞപ്പോ സിദ്ധാർത്ഥ ആസർ അദ്ദേഹത്തെ ദേഷ്യപ്പിടിക്കുകയാണ്. എന്റെ ഈ ബിംബങ്ങളെ നീ ഒഴിവാക്കാൻ നീ പറയുകയാണോ, നീ ഒഴിവാക്കുകയാണോ ഇബ്രാഹിം? പരമ്പരാഗതമായി ഗോത്രമഹിമയുടെ പേരിൽ ആചരിച്ചു വരുന്ന ഈ ആചാരം, നമ്മൾ ബഹുമാനാദരപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബാരാധന, ബിംബപൂജ വേണ്ടെന്ന് നീ പറയുകയാണോ യാ ഇബ്രാഹിം? അല്ലാത്ത വാക്ക്, നീ ഇതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കും. വഹജിർനി മലിയ, കുറെ കാലം നീ എന്നിൽ നിന്ന് മാറി നിന്നോളണം എന്ന് പറയാ. അപ്പോ വളരെ ഹ്രസ്വമായാണ് അല്ലാഹു തആല കഥ പറയുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞു, സലാമുൻ അലൈക സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ്യ. നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. അതായത് അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ എന്റെ രക്ഷിതാവിനോട് ഞാൻ തീർച്ചയായും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ആ സമീപനം ഭയങ്കരമാണ്. അതായത് പിതാവിന്റെ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞു, അതനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിന് വീട്ടിൽ നിന്ന് മാതൃത്വ സ്നേഹം ത്യജിച്ചുകൊണ്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു രംഗം വളരെ ഹൃദയസ്പർക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അന്നേരവും അദ്ദേഹത്തിന്റെ മനസ്സ് പിതാവിന്റെ സ്നേഹത്താൽ ഭയങ്കരമായി വല്ലാണ്ട് വീർപ്പം മുട്ടിക്കൊണ്ട് പറയാ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. ഞാൻ എന്റെ രക്ഷിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ എന്നോട് ഏറ്റവും ദയവുള്ളവനാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഒരിക്കലും അത് സാധിച്ചില്ല എന്നുള്ളത്. പ്രാർത്ഥിച്ചിട്ടെങ്കിലും അല്ലാഹു അംഗീകരിച്ചു. കാരണം അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ വീട്ടിൽ നിന്ന് വേഷിക്കുന്നത് ആദ്യ ബലി അവിടെ കിടങ്ങുകയാണ്. സ്വന്തം പിതൃ സഹോദര സ്നേഹം ബലി കൊടുത്തുകൊണ്ട് രക്ഷിതാവിന്റെ സ്നേഹത്തിലേക്ക് ഓടിപ്പോകുന്ന ഇബ്രാഹിമിനെ പിന്നല്ല പരിചയപ്പെടുത്തുന്നത്. നാട്ടിൽ അദ്ദേഹം ഇറങ്ങിച്ച് നാട്ടുകാരോട് പറയാ, രാത്രിയിൽ ഒരു ദിവസം രാത്രിയിൽ ഇരുൾ മൂടിയപ്പോ ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞു ജനങ്ങളോട്, ഇതെന്റെ രക്ഷിതാവാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അത് അസ്തമിച്ചുപോയി. അപ്പൊ അസ്തമിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ സൂര്യനെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് കൂടുതൽ വലുത്, അതാണ് എന്നെ രക്ഷിതാവ്.
എന്നിട്ട് അവസാനം ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ എന്ന വ്യക്തമായ പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ രക്ഷിതാവിന്റെ മുന്നിലേക്ക് ഞാൻ ഋജുമാനസനായി എന്നെ ഇതാ സമർപ്പിച്ചു കൊള്ളുന്നു, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു സംഭവം ഉണ്ടാവുക. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോ ഇവർ ഒരു തരത്തിൽ, അതായത് വല്ലാത്തൊരു അധ്യയന മനഃശാസ്ത്രം അതിൽ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളുടെ ചിന്താഗതിയെ തൊട്ടുണർത്താൻ ആ കാലഘട്ടത്തിലെ ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ നിലനിൽക്കാത്തതിന്റെ പിന്നാലെ പോകരുത് എന്ന് ജനങ്ങളുടെ ബൗദ്ധികമായ നിലവാരത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇബ്രാഹിം നബിയുടെ പ്രബോധനം നിർവഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും വളരെ വളരെ ഷാർപ്പായ ചില മുനകളുണ്ട് എന്നുള്ളതാണ്. ഇത് അല്ല, അദ്ദേഹം ചോദിക്കുക അദ്ദേഹത്തിന്റെ പിതാവിനോടും അദ്ദേഹത്തിന്റെ ജനതയോടും, നിങ്ങൾ ഈ വചനമിരിക്കുന്ന ഈ സാധനം അതെന്താണ്, എന്തിനാണ് അതിന്റെ മുന്നിലിരിക്കുന്നത്? വളരെ ഗൗരവമുള്ളതാണ്. എന്തെങ്കിലും ഉപകാരം ചെയ്തു, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ വന്നാൽ കാണോ, നിങ്ങൾ പോയാൽ അറിയോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ഇത് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അവർക്കൊരു മറുപടിയുള്ളൂ, ആലോ വജന അബിജി. അതായത് നമ്മള് പാപ്പമാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളന്ന് ചെയ്യാണെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അതുകൊണ്ടും അന്തും അഭാവവും ഫീവലാലിമൊഴി, നിങ്ങളും നിങ്ങളെ വാപ്പാലും ഒക്കെ ശരിയായ വഴികേടിലാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാപ്രവാചകൻ എന്ന് പറയുന്നത്. ഞാനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവര് വേണ്ടി കളിയാക്കാണ്, അല്ല നീ സത്യം കൊണ്ട് വന്നിട്ടാണോ, അന്തമിനല്ല ആഴ്മീനല്ല, നീ തമാശ പറയണോ? വല്ലാത്തൊരു ഒരു സംഭാഷണമാണ്. നീ നമ്മളെ തമാശ കാണോ, അതല്ല നീ സത്യം പറയുകയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാപ്രവാചകൻ കൊടുത്ത മറുപടി, ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ് അല്ലദീ ഫതറഹുന്ന വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഈ പ്രപഞ്ചത്തെ പടച്ചുണ്ടാക്കിയത് തമ്പുരാൻ ഏകനായ അല്ലാഹുവാണ്, അതിന് ഞാനാണ് ഒന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങളോട് പറയുന്നത്. അദ്ദേഹം വീട്ടിൽ സംസാരിക്കുമ്പോ പല പ്രാവശ്യം ഇത് ഒറ്റ സന്ദർഭത്തിൽ നടത്തുമ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിൽ നടന്നു വന്ന സംഭവങ്ങളാണെന്നുള്ള. അപ്പോ ഇതൊരു മുശ്രിക്കായ പിതാവും മുസ്ലിമായ മകനും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ രംഗം വിശദീകരിച്ചിട്ട് നിലപാട് എങ്ങനെ എടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊടുക്കുക. ഇവിടെ നമ്മുടെ സമകാലികത്തിൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. മുസ്ലിമായ വീട്ടിൽ തന്നെ ആദർശ വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു കൗൺസിലർ എന്നുള്ളതിൽ പലപ്പോഴും എന്നോട് വരും ചില സഹോദരങ്ങൾ വന്നിട്ട്, എന്റെ മകന്റെ കാര്യം വലിയ പ്രശ്നം എന്താണ്, അവന് വല്ല വികൃതമായി താടി വളർത്തി വെറമോട പോലെയുള്ള പാൻറ് ഇട്ട് ഇങ്ങനെ ഇളാമാന്റെ മുഖത്ത് നോക്കൂല, അമ്മായിന്റെ മുഖത്ത് നോക്കൂല, എന്തോ ഒരു പുതിയ ദീനുൽ ഇസ്ലാമായിട്ട് അവൻ അറിഞ്ഞിരിക്കുകയാണ്, വീടാകെ കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. എന്ന് മതത്തിൽ പലപ്പോൾ പല ട്രെൻഡുകൾ ഉണ്ടാകും. അത് പണ്ടേ തന്നെ ഉണ്ടായതാണ്. അബൂബക്കറും ഉമറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിനുശേഷം സഹാബാക്കളുടെ കാലത്തിൽ അഭിപ്രായ വ്യത്യാസം, ഷിയ സുന്നി എന്ന് പറഞ്ഞ രണ്ട് വിഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുന്നികളിലും ഷിയാക്കളിലും അവാന്തര വിഭാഗങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. രക്ഷപ്പെട്ട ഒരു 3-4 മദ്ഹബേ നമുക്കറിയുള്ളൂ. പക്ഷെ ഒരുപാട് നശിച്ചുപോയ മദ്ഹബുകളുണ്ട്. ആ മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ വളരെ ഉന്നതമായ നിലവാരമാണ് യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരുന്നത്. നമ്മളും ഇന്ന് അഭിമുഖീകരിക്കുന്ന വാപ്പ പരമ്പരാഗതമായ സുന്നിയായിരിക്കും, മോൻ മുജാഹിദിന്റെ കൂടെ, അല്ലെങ്കിൽ വാപ്പ മുജാഹിദായിരിക്കും, മോൻ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും. ഇനി മോനും വാപ്പയും ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ വേറൊരു കൃത്യനും തരീഖത്തായിരിക്കും. എന്തെല്ലാം തരം തരീഖത്തുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഇബ്രാഹിം നബി സ്വീകരിക്കുന്ന ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പഠിച്ചത് മാത്രമാണ് ശരി എന്ന ഒരു ദാർഷ്ട്യം മനോഭാവം ഒരു പിതാവിനും മാതാവിനും പറ്റിയതല്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം മക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മുന്നിൽ വളരെ ഗൗരവമുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. അവരുടെ പൊരുത്തമില്ലാതെ നമുക്ക് സ്വർഗ്ഗം ലഭിക്കൂല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയതായി പഠിച്ചു വന്നു, വാപ്പ മുശ്രിക്കാണ്, മുനാഫിഖാണ്, കാഫിറാണ് എന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയിട്ട് ഒരു നാട്ടിലും വീട്ടിലും ഗുരുമാരം ഉണ്ടാക്കുന്ന ഗ്രഹാന്തരീക്ഷം കുഴപ്പമുണ്ടാക്കുന്ന അതിന്റെ പേരിൽ മാനസികമായ പ്രയാസം ഉണ്ടാവും. അത് ശാരീരികമായി ബാധിക്കും. വർഷങ്ങളോളം ചികിത്സിക്കേണ്ടി വരുന്ന രോഗങ്ങൾ, നരമ്പ് രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബന്ധങ്ങൾ വശത്താകുന്നത് കാണുമ്പോൾ പ്രയാസം, പിന്നെ ഒരുപാട് അഭിനയങ്ങൾ നമുക്ക് വേണ്ടി വരുന്നതാണ്.
നമ്മൾ നിത്യവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പരസ്പരം മനസ്സിലാക്കാതെ, പരസ്പരം അറിയാൻ ശ്രമിക്കാതെ, ഓരോരുത്തരും അവരവരുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കഠിനമായ നിലയിൽ വിമർശിക്കുകയും പുറന്തള്ളുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സമീപനം യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ളതല്ല എന്നതാണ്. മദ്ഹബിന്റെ ഇമാമുകൾ അന്തസ്സുള്ള ഉന്നതമായ സമീപനം സ്വീകരിച്ചിരുന്നു. ഒരു മുജാഹിദിനും ജമാഅത്തും അതുപോലെ തന്നെ ആളുകളും കല്യാണം കഴിക്കാറുണ്ട്, വീടുകളിൽ പോകാറുണ്ട്, മറ്റു സംഗതികൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ മാത്രം വാളും കൊടുവാളും എടുത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാറുണ്ട്. സുന്നിയുടെ പിന്നെ കൈയിട്ടിരുന്ന മുജാഹിദിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ വരുമ്പോ ഇന്നും കൽക്കലായിട്ട് കളിക്കുന്ന പണി. യഥാർത്ഥത്തിൽ ഇതൊന്നും ദീനിന് വേണ്ടിയല്ല, അത് റഹ്മാന് വേണ്ടിയുള്ള സ്ഥലം. അതായത് സ്വന്തം ഈ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ പിശാച് കുത്തിക്കലക്കുന്ന കട്ടുകൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ന് യഥാർത്ഥം മനസ്സിലാക്കണം. കാരണം നമ്മളുടെ ഇസ്ലാമില്ല എന്നതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള, നമ്മൾ മറ്റുള്ളവനെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നതാണ്. ഒരു സത്യവിശ്വാസം സത്യനിഷേധവും വരുമ്പോൾ നിലപാട് വളരെ വ്യക്തമാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ വിശ്വാസിയാണെന്ന് പറയുന്ന, നമ്മളെ അതേ കഴവയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, നമ്മളെ അതേ കലിമത്ത് ഉച്ചരിക്കുന്ന, നമ്മളതേ ഖുർആൻ അംഗീകരിക്കുന്ന, നമ്മളെ പ്രവാചകൻ അംഗീകരിക്കുന്ന ഒരാളെയും തള്ളി പറയാൻ, അവൻ പുറത്തുപോയി എന്ന് പറയാനൊന്നും ഒരവകാശവും ആർക്കും നൽകിയിട്ടില്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ആരും എല്ലാം തികഞ്ഞവരല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും വിപത്ത് ഉണ്ടാവും. അതുകൊണ്ട് അവസാനം ശ്വാസം വരെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും, മനസ്സിലായത് ശരിയാണെന്ന് ബോധ്യമായാൽ യാതൊരു മടിയുമില്ല അത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സഹാബാക്കളും അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ തന്നത് അത് നമുക്ക് പഠിപ്പിച്ചത്. പക്ഷെ അതെല്ലാം വിട്ടുപോയിച്ച് ഒരു വല്ലാത്തൊരു ഒരു രീതി നമ്മൾ സ്വീകരിച്ചതുകൊണ്ടാണ് അന്ധചിന്തത സമുദായത്തിൽ അന്ന് മുതൽ ഇന്ന് ഒരു ആഗോള അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നല്ല സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പൊ ബാങ്ക് വിളിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു, ബാങ്ക് മൈക്ക് കൊടുക്കേണ്ട ആളുകളെ ഉപദ്രവിക്കണമെന്ന്, ബാങ്ക് മൈക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാകും. എന്തിനാണ് ഈ ബാങ്കിന്റെ സമയം എല്ലാവർക്കും അറിയാമല്ലോ, അത് കൃത്യമായിട്ട് അറിയേണ്ട കാരണം അനുസരിച്ച് താല്പര്യമുണ്ടാവില്ല. ഈ ലൗഡ് സ്പീക്കർ വെച്ച് ചുറ്റുമുള്ള ഹോസ്പിറ്റലുകളിലും അങ്ങാടിയിലൊക്കെ പോകണം, നമ്മളല്ലാത്ത ആളുകളെ എല്ലാം കൂടി ആകെപ്പോണ്ടാക്കി ഇതേതോ ഒരു കൂട്ടര് ഉരുമാനുണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ നടക്കണമെന്ന് പറഞ്ഞുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. നാട്ടിൽ പള്ളിയിൽ ബോസൊക്കെ ഉണ്ട്, അവിടെ വെച്ച് വാങ്ങുകൊടുത്ത പോലെ ഇതെല്ലാം ലോകതരം മുഴുവറിയണം. പിന്നെ സുബഹിയുടെ സമയത്ത് പിന്നെ വേറെ ചില പ്രത്യേകത ഇത്ര തസ്ബീഹുകളൊക്കെ കൂടെ മൈക്കിൽ വെച്ചടിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതെല്ലാം ദീനിനെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യാൻ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഇതൊന്നുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയവിശാലത, ഒരു പറഞ്ഞ ഞാനായോണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല, ഓൻ പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഓരോരുത്തരുടെയും ഒരു പ്രത്യേകത. ഇവിടെ നിന്ന് ഈമാനില്ല എന്നതാണ് പിശാചാണ് ആ ഭാഗത്തൊക്കെ. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ പിശാച് കയറി കുത്തിക്കലക്കണമെന്ന് മനസ്സിലാക്കണം. പിശാചില്ലാത്ത മനസ്സ്, ഋജുമാനസനായ മനസ്സ് ഇബ്രാഹിമിന്റെ മനസ്സ്, ആ മനസ്സാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള മനസ്സ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാതൃകയുള്ളത്, മഹത്തായ മാതൃകയുണ്ടെന്നത്. പിതാവ് പുറത്തായി കൊടുക്കുമ്പോൾ വ്യക്തമായി നിഷേധിയാണെന്ന് അറിഞ്ഞിട്ട് പോലും മനസ്സ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഉത്തമമായ ഒരു അവസ്ഥയാണ്. എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹത്തിന് ഏറ്റവും മുൻപന്തിയിൽ സ്ഥാനം കൊടുക്കാൻ തയ്യാറാണ് ബുദ്ധിയുള്ള ഒരു സത്യവിശ്വാസി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയാണ് ഒരുപാട് സ്നേഹം ബലി കൊടുത്ത കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അല്ലാഹു എടുത്ത് കാണിക്കുന്നത് ഇബ്രാഹിം നബിയുടെ സ്നേഹമാണ്. പുത്ര സ്നേഹം ഒഴിവായി, നാട്ടിലെ സ്നേഹം ഒഴിവായി. എന്നിട്ട് അവസാനം അദ്ദേഹം ചെയ്ത ഒരു പണിയുണ്ട്. അതായത് എല്ലാ ആളുകളും പോയപ്പോ ഞാൻ അവരെ ബിംബങ്ങളുടെ മേലൊരു തന്ത്രം പ്രയോഗിക്കുന്നു പറഞ്ഞു. പോയി അകത്ത് കയറി എല്ലാത്തിനെയും അടിച്ചുടച്ച് വലിയതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ ഒരു സംഭവമുണ്ട്. ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഓടിക്കാൻ കാരണമായ ഇബ്രാഹിമിന്റെ മഹത്തായ ഹിജ്റയ്ക്ക് കാരണമായ ഒരു സംഭവം. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ നിങ്ങൾ ആരാധിക്കുന്ന ഉപയോഗത്തിൽ ശൂന്യമായ ബിംബങ്ങളുടെ പോലെ ഞാൻ തന്ത്രം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. എന്താ തന്ത്രം പ്രയോഗിച്ചത്? അതെല്ലാം കൂടി അവര് മുഖരടിച്ചു പൊളിച്ചിട്ട് വലിന്റെ അടുത്ത് കെട്ടിക്കെട്ടിത്തൂക്കിയെന്ന റിപ്പോർട്ട് അല്ല, വലുതിന്റെ അടുത്ത് കൊണ്ടിട്ട് ആളുകൾ വന്നിട്ട് ആരാണ് നമ്മുടെ ബിംബങ്ങളുടെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ബേജാറായി ചോദിച്ചപ്പോ നാട്ടുകാരെ പറഞ്ഞു കൊടുത്തു. എതുക്കുറക്കും, അതായത് കാലു സമയന പത്തൻ എതുക്കുറക്കും ഇബ്രാഹിം,
ഒരു ഇബ്രാഹിം എന്ന് വിളിക്കുന്ന ഒരു ചങ്ങാതി ഇവിടെ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കിടക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് നാട്ടുകാരെ പറഞ്ഞപ്പോ ഒരു ദേഷ്യം പിടിച്ചിട്ട് പറയാ, അതെ പിടിച്ചുകൊണ്ടവനെ ജനങ്ങളുടെ മുമ്പ് എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറയാ. എന്നിട്ട് അവിടെ ചോദിക്കാണ്, അതായത് നിങ്ങളോ ഈ നമ്മളെ ബിംബങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ മുമ്പ് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു, വലിയവനാണ് ചെയ്തത് അല്ലേ, അതൊന്ന് ചോദിച്ചു നോക്കാൻ. വലിയ ബിംബത്തിന്റെ അടുത്താണ് അടിച്ച് കെട്ടിത്തുക. അപ്പൊ നിനക്ക് അറിയണോ ഇത് സംസാരിക്കില്ല എന്നുള്ളത്. അപ്പൊ ഒട്ടനെ മുമ്പ് പറഞ്ഞു, ബുദ്ധി ഭൗതികമായ നിലവാരത്തിന്റെ ഉയർച്ചയാണ്. മുമ്പ് പറഞ്ഞു സംസാരിക്കാത്ത ഒന്നും മിണ്ടാക്കാതെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അബദ്ധം വെച്ചുപോയി, നമ്മൾ തന്നെയാണ് കുഴപ്പക്കാരെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ അഭിമാന സംബന്ധിച്ച് നേരെ അള്ളാഹു തആല പറയാ, നേരെ തലകുത്തന പിന്നെ തലകുത്തന ചാടി. എന്നിട്ട് അവര് പറയാ, നിനക്കറിയില്ലേ ഇത് സംസാരിക്കൂല എന്നുള്ളത്, ഇനി അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് ഇവർക്ക് മനസ്സിലായപ്പോ ഉടനെ അവർ പറഞ്ഞു എന്നറിയാം, അവിടെ തന്നെ വിവരിക്കുന്നുണ്ട്, അവനെ കരിച്ചറിയും. എന്നിട്ട് നമ്മുടെ ദൈവങ്ങളെ രക്ഷിക്കുക. മനുഷ്യന്മാരെ രക്ഷിക്കുന്ന ദൈവങ്ങൾ ആലോചിക്കേ, മനുഷ്യന്മാരെ രക്ഷിക്കുന്ന ദൈവങ്ങൾ, അതിനെ നമ്മൾ തന്നെ ആരാധിക്കുക. മൻസൂർവാലിഹത്തെന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ വിവരക്കേട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ നമുക്ക് പ്രകടമായി കാണിച്ചതാണ്. എന്നിട്ട് അദ്ദേഹത്തെ തീക്കുണ്ടത്തിലേക്ക് എറിയാൻ പോകുന്നത് നമുക്കറിയാം. അദ്ദേഹം വലിയൊരു തീക്കുണ്ടത്തിലേക്ക് എത്തപ്പെടുന്നതും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നു. ഇബ്രാഹിം, തീയോട് നാം പറഞ്ഞു ഇബ്രാഹിമിന് ശാന്തിയും തണുപ്പുമാവുക എന്നത്. അതായത് നാട്ടുകാരുടെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന തോന്നിയാസത്തിന് അനുകൂലിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് തീക്കുണ്ടത്തിൽ വീഴാതെ രക്ഷപ്പെടാമെന്നൊരു റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിനെ തീക്കുണ്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ജിബ്രീൽ പറഞ്ഞു രക്ഷിക്കാൻ വേണ്ടി രക്ഷിക്കാമോ പറഞ്ഞ്, ജിബ്രീൽ എന്തായാലും തൽക്കാലം പണിയുമ്പോളൂ, അള്ളാഹാണ് തീരുമാനിച്ചത്, അവനെന്തോ വേണ്ടി ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട്, ഒരുപാട് റിപ്പോർട്ടുകൾ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് മൈൻഡായിരുന്നു എന്നുള്ളതാണ്. ഭയങ്കരമായ അചഞ്ചലമായ മനസ്സ്. ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ പറ്റാത്ത ഈ അചഞ്ചലമായ മനസ്സിന്റെ പിൽക്കാല കഥകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ വരുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും വളരെ വളരെ ഹൃദയസ്ഥമായ ഒരു കഥ. അതായത് എല്ലാ സ്നേഹവും അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രമാണ്, അത് ബലിയർപ്പിക്കാൻ തയ്യാറാണെന്ന് സ്വജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച അതാണ് ബലി. അവിടെയാണ് ഹജ്ജ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരവും നോമ്പും തസ്ബീഹും തക്ബീറും ഒക്കെ ഉണ്ടാവേണ്ടത്. അല്ലാതെ കുറെ ഇറച്ചി വെട്ടിക്കൊടുത്ത് കുറെ വസ്ത്രം വാങ്ങിയിട്ട് കുറെ തക്ബീറും വിളിച്ച് ബഹളം ഉണ്ടാക്കി ശബ്ദമാനമയമായ പെരുന്നാൾ ആഘോഷിക്കുന്നതിലല്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. വളരെ ശാന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മറ്റെല്ലാ സ്നേഹവും അള്ളാഹുക്ക് വേണ്ടി ബലിയർപ്പിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. ആ വഴിയിലേക്ക് നീങ്ങി വിജയിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباب، اوصيكم واياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നോട് പോലെ നമ്മളോട് നടത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം നബിയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, ഒരു മഹത്തായ മാതൃക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتولى فإن الله هو الغني الحميد. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിമി ജീവിതത്തിൽ മഹത്തായ മാതൃകയുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇബ്രാഹിം. നമ്മൾ അവിടെ നിന്ന് അകലങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പോയി കഴിഞ്ഞു. ത്യാഗത്തിന്റെയോ അതുപോലെ തന്നെ സ്നേഹത്തിന്റെയോ വികാരങ്ങളല്ല ഇന്ന്
ഇബ്രാഹിമി ജീവിതം പറയുന്ന, ഇബ്രാഹിമിനെ സ്മരിക്കുന്ന ഹജ്ജിന്റെ വേളകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ, അല്ലാഹുവിന് വേണ്ടി അടുത്ത് നിൽക്കാൻ, ഒത്തൊരുമിച്ച് നിൽക്കാൻ നാം സന്നദ്ധരല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല, നമ്മുടെ ഈമാൻ ആ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആവർത്തിച്ച് പറയും. മറ്റൊരു മെമ്പറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നോ കേൾക്കാത്തൊരു സംഗതിയായി ഈ ഐക്യം എന്നത്. എല്ലാവരെയും കൂടി പിടിച്ചിട്ട് ഒരു നേതൃത്വത്തിനെതിരെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഒരു ഏകത ഉണ്ടാക്കാം. എക്സാമില്ല എന്ന് പറഞ്ഞു നമ്മൾ ഡെയിലി അനുഭവിക്കുന്നത്. നമ്മളിതാരും അങ്ങനെ മനസ്സിലാക്കില്ല. എന്തിനാണ് ഈ ജമാഅത്ത്, എന്തിനാണ് പള്ളി, എന്തിനാണ് ഇമാം? ജമാഅത്ത് നിസ്കാരത്തിന് ഇത്രയും പ്രാധാന്യം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയാണ്. ഒന്നിച്ച് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സൗഹൃദത്തിന്റെ ആനന്ദം ഭയങ്കരമായിരിക്കും. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ, ശാന്തിയും സമാധാനവും ഭൂമിയിൽ കൈവരാൻ, വികസനം സാധ്യമാക്കാൻ, എന്നിട്ട് ആ സമൂഹം നന്മയിൽ ജീവിക്കുന്നത്, നല്ല സദാചാര മൂല്യങ്ങളോടെ ജീവിക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കാൻ, എന്നിട്ട് അവർ സ്വർഗത്തിലേക്കുള്ള വഴി തേടിയെത്താൻ. അതിനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പള്ളി വെക്കുന്നതിനാണ്, ആളുകളെ കാണിക്കാൻ, ഒരുപാട് കുപ്പയും മിനാരുണ്ടാക്കാനല്ല. ജനങ്ങൾ ഒത്തൊരുമ, തോളോട് തോളൊരുമ വന്നു നിൽക്കാനും, അല്ലാഹുവിനെ സ്നേഹിക്കാനും, അങ്ങനെ ഒത്തൊരുമ ഉണ്ടാവാനും, ആ ഒത്തൊരുമയിലൂടെ നല്ലത് ജീവിതം കളിയിടാനും, നന്മ കൽപ്പിക്കാനും, തിന്മ വിരോധിക്കാനും, അല്ലാഹുവിൽ വിശ്വസിക്കാനും, ദുനിയാവ് വികസിക്കാനും, ആഖിറത്തിൽ വിജയിക്കാനും. പക്ഷെ ആ ഒരു സംഗതി നടക്കുന്നില്ല എന്നുള്ളതാണ്. പള്ളികൾ ഒരുപാട് പള്ളിയുണ്ട്. എത്ര പള്ളിയാണുള്ളത്, പള്ളിയിൽ എത്ര ആളാ പോണത്. ഭയങ്കരമായ കല്ല്. പള്ളിയിൽ റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ നിസ്കാരമില്ല. ഇത്രയും പേരും കൂടെ ദ്വാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സമുദായത്തിന്റെ നേതാക്കന്മാർ അയാൾ ഒന്നിച്ച് വരാത്തത്? കുഴപ്പം നമ്മുടെ ഉള്ളില്ല. ഓരോരുത്തരെയും ഞാനും നിങ്ങളൊക്കെ ഒരുപോലെ കുറ്റക്കാരാ. മെമ്പർ നിങ്ങളെ ഞാവലി ശുദ്ധന്, നിങ്ങൾ കുഴപ്പക്കാരൻ, നല്ലവരെ എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. നമ്മളെ നാണിപ്പിക്കാൻ സമയമായിരിക്കും. നമ്മളിങ്ങനെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമ നടപടികൾ ധിക്കരിച്ചുകൊണ്ട്, ഭിന്നിച്ചുകൊണ്ട് ആദർശം പറഞ്ഞ് നടക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരും തലകുനിക്കാനും നാണിക്കാനും സമയം അതിക്രമിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് അവരുടെ തലയിൽ ഇബ്ലീസ് കയറിയിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് അന്തർചിന്തണ്ടാക്കും. എന്തെല്ലാം കുഴപ്പങ്ങളാണ് ലോക ആസകലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം വളരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സമുദായം ഒരുപാട് പിന്നാക്കം, അതുപോലെ തന്നെ ദരിദ്രം, അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന് ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോണത് ഇതിനെ നയിക്കുന്ന പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും കഴിവില്ലായ്മയും കൊള്ളരുതായ്മയുമാണ്. ഒരു സംശയമില്ല. കാരണം എങ്ങനെ ആരാണ് നയിക്കുന്നത് അനുയായി അങ്ങനെ തന്നെ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ റഫാഹിയത്ത്, ദുനിയാവിലെ വികസനവും വളർച്ചയും ആഖിറത്തിലെ വിജയവുമൊന്നും ഒരിക്കലും പ്രശ്നമാകുന്നില്ല. സംഘടന വളർത്തുന്നതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ അത് വളരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. സംഘടനക്കാർ ഒരുപാട് ആളുകളുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും സത്യം ഇതാണ് എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറില്ലാത്ത മനസ്സുണ്ടെങ്കിൽ മനസ്സ് ഒരുപാട് കടുത്തുപോയിരിക്കുന്നു. കാലികമ്പിനേക്കാളും അതുപോലെ ഈ കരിങ്കലിനേക്കാളും കടുത്തുപോയ മനസ്സുമായിട്ടാണ് നമ്മൾ സത്യവിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കാൻ, ത്യാഗം സഹിക്കാൻ, അല്ലാഹ് എന്തും അവരെ ധരിച്ചു കൊടുക്കാൻ, ബലി കൊടുക്കാൻ, നമ്മളെ ഇഷ്ടമുണ്ടല്ലോ, നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം പറയാനായിട്ട് പറഞ്ഞത്, നമ്മളെ വ്യക്തിത്വത്തോട്, നമ്മളെ സംഘത്തോട്, സംഘടനയോട്, അത് ഈഗോ, അതിന് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ആ ഇഷ്ടമുണ്ടല്ലോ, അല്ലാണ്ട് ഇഷ്ടത്തിന് മാറ്റി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ആ ഇഷ്ടം നമ്മളെ തകർത്ത് കളയും. നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം, ദുന്യാവിന്റെ പൊങ്ങറ്റങ്ങളോടുള്ള ഇഷ്ടം, അത് അവിടെ മാറ്റിച്ച് അല്ലാഹുവിനുള്ള ഇഷ്ടം ഇബ്രാഹിമിനെ പോലെ സ്ഥാപിച്ചില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഇബ്രാഹിം ഇസ്ലാമിനെ നമ്മുടെ മനസ്സിലെത്തുന്നത് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുമ്പോഴാണ്. ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഇതിങ്ങനെ ചെവിയിലുണ്ട് പാടണം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹ് നമ്മളെ സ്നേഹിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. ആ വഴി നടന്ന് വിജയിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم ارزقنا
أبو بكر وعمر وعثمان وعلي وحمزة والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളെല്ലാവരും പാപങ്ങളും ചെറുപാടുകളും നീ പുറത്തുമാകാൻ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടാർ, മുഴുവൻ സത്യവിശ്വാസികൾ, ദ്വാരയുടെ സ്വീകരിച്ച ആളുകൾ, മുൻകാല സത്യവിശ്വാസികൾ, എല്ലാ ആളുകൾക്കും നീ പുറത്തുമാകാൻ തന്നെ തമ്പുരാനെ. ഞങ്ങൾക്ക് മുന്നേ നിന്നിലെത്തിയ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവന മാറ്റി കൊടുക്കുന്ന തമ്പുരാനെ. നാഥാ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശരിയാക്കി കൊടുക്കുന്ന തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കുന്ന തമ്പുരാനെ. സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ ശാരീരികവും സാമ്പത്തികമായ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കുന്ന തമ്പുരാനെ. മാനസികമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ മാനസിക പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കുന്ന തമ്പുരാനെ. സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തന്നെ തമ്പുരാനെ. ദീനിനു വേണ്ടി ഹൃദയവിശാലത കാട്ടാനും ഒത്തൊരുമിച്ച് വരാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനും തുറച്ചു നൽകണേ തമ്പുരാനെ. ഈ ദീൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദനകൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഖബർ ശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. മരണശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹു നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.